ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാന്റെ സുവിശേഷം 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും കൂടി തിരഞ്ഞെടുത്ത 165 ചോദ്യോത്തരങ്ങളാണ്. ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും കൂടി തിരഞ്ഞെടുത്ത 105 ചോദ്യോത്തരങ്ങളും 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും കൂടി തിരഞ്ഞെടുത്ത 105 ചോദ്യോത്തരങ്ങൾ എന്നീ 2 വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 17:5 വാക്യമനുസരിച്ച് അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞത് എന്ത്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. രണ്ടാമത്തെ ചോദ്യം, കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് അപേക്ഷിച്ചത്? യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന്. മൂന്നാമത്തെ ചോദ്യം, താൻ രോഗവിമുക്തനായി എന്ന് കണ്ട സമറിയക്കാരനായ കുഷ്ഠരോഗി തിരിച്ചു വന്നപ്പോൾ യേശു അവനോട് ചോദിച്ചത് എന്ത്? 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? നാലാമത്തെ ചോദ്യം, അധികാരി യേശുവിനോട് ചോദിച്ച ചോദ്യം എന്ത്? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അഞ്ചാമത്തെ ചോദ്യം, ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് യേശു പറഞ്ഞത് കേട്ടവർ യേശുവിനോട് ചോദിച്ചത് എന്ത്? അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? ആറാമത്തെ ചോദ്യം, നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത് എന്നറിഞ്ഞപ്പോൾ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്ന കുരുടൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. ഏഴാമത്തെ ചോദ്യം, തൻ്റെ സ്വത്തിൻ്റെ പകുതി ആർക്ക് കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് യേശുവിനോട് പറഞ്ഞത്? ദരിദ്രർക്ക്. എട്ടാമത്തെ ചോദ്യം, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് ആരാണ് യേശുവിനോട് പറഞ്ഞത്? ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ. ഒമ്പതാമത്തെ ചോദ്യം, യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെ? എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക. പത്താമത്തെ ചോദ്യം, പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അയച്ച നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട് ഞങ്ങൾ ആർക്ക് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്നാണ് ചോദിച്ചത്? സീസറിന്. 11ാമത്തെ ചോദ്യം, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ എന്ന് യേശു പറഞ്ഞതിന് മറുപടിയായി പത്രോസും യോഹന്നാനും ചോദിച്ചത് എന്ത്? ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? 12ാമത്തെ ചോദ്യം, ശിമയോൻ കർത്താവിനോടുകൂടെ എങ്ങോട്ട് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്? കർത്താവിനോടുകൂടെ കാരാഗൃഹത്തിലേക്ക്. 13ാമത്തെ ചോദ്യം, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ആരാണ് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചത്? ക്ലെയോപ്പാസ്. 14ാമത്തെ ചോദ്യം, യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം അവർ എങ്ങോട്ട് മടങ്ങി? ജെറുസലേമിലേക്ക്. 15ാമത്തെ ചോദ്യം, യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതിന് മുമ്പ് അവരെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത്? ബഥാനിയ വരെ. 16ാമത്തെ ചോദ്യം, യേശു ഉയർപ്പിക്കപ്പെട്ട ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏത് ഗ്രാമത്തിലേക്കാണ് പോയത്? എമ്മാവൂസ് ഗ്രാമത്തിലേക്ക്. 17ാമത്തെ ചോദ്യം, യേശുവിൻ്റെ ശരീരം സംസ്കരിച്ച ജോസഫ് എവിടുത്തുകാരനാണ്? അരിമത്യ. 18ാമത്തെ ചോദ്യം, എവിടെ നിന്ന് യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളാണ് യേശുവിൻ്റെ മരണമെല്ലാം കണ്ട് അകലെ നിന്നിരുന്നത്? ഗലീലിയിൽ നിന്ന്. 19ാമത്തെ ചോദ്യം, യേശുവിനെ എവിടെയാണ് കുരിശിൽ തറച്ചത്? തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത്. 20ാമത്തെ ചോദ്യം, യേശുവിൻ്റെ പുറകെ കുരിശു ചുമന്നുകൊണ്ടുവരാൻ ആരെയാണ് അവർ നിർബന്ധിച്ചത്? ശിമയോൻ എന്ന ഒരു കിറിയോനക്കാരനെ. 21ാമത്തെ ചോദ്യം,
പീലാത്തോസ് യേശുവിനെ ഹെറോദോസിൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ ഹെറോദോസ് എവിടെയായിരുന്നു? ജെറുസലേമിൽ. 22-ാമത്തെ ചോദ്യം, യേശു എവിടെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു എന്നാണ് അവർ പീലാത്തോസിനോട് പറഞ്ഞത്? ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട്. 23-ാമത്തെ ചോദ്യം, യേശു എവിടുത്തുകാരനാണോ എന്നാണ് പീലാത്തോസ് ചോദിച്ചത്? ഗലീലിയക്കാരനാണോ? 24-ാമത്തെ ചോദ്യം, ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എവിടെയുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ? യൂദയായിലുള്ളവർ. 25-ാമത്തെ ചോദ്യം, എന്തിനു ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്? ജെറുസലേമിന് ചുറ്റും. 26-ാമത്തെ ചോദ്യം, യേശു 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിനു ശേഷം എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത്? ജെറുസലേമിലേക്കുള്ള യാത്ര. 27-ാമത്തെ ചോദ്യം, ഒലിവുമലക്കരികെയുള്ള 2 സ്ഥലങ്ങൾ? ബെത്ഫഗെ, ബഥാനിയ. 28-ാമത്തെ ചോദ്യം, ബെത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ യേശു 2 ശിഷ്യന്മാരോട് എങ്ങോട്ട് പോകാനാണ് നിർദ്ദേശിച്ചത്? എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക്. 29-ാമത്തെ ചോദ്യം, 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ യേശു എവിടെയായിരുന്നു? ജെറുസലേമിന് സമീപത്തായിരുന്നു. 30-ാമത്തെ ചോദ്യം, സക്കേവൂസ് എവിടെയുള്ള ആളായിരുന്നു? ജെറീക്കോയിലുള്ളയാൾ. 31-ാമത്തെ ചോദ്യം, 19:1 വാക്യമനുസരിച്ച് യേശു എതിലൂടെ കടന്നു പോവുകയായിരുന്നു? ജെറീക്കോയിലൂടെ. 32-ാമത്തെ ചോദ്യം, 18:31 വാക്യമനുസരിച്ച് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നാണ് യേശു 12 പേരെയും അടുത്ത് വിളിച്ച് പറഞ്ഞത്? ജെറുസലേമിലേക്ക്. 33-ാമത്തെ ചോദ്യം, താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് യേശുവിൻ്റെ അടുത്ത് വന്ന കുഷ്ഠരോഗി എവിടുത്തുകാരനായിരുന്നു? സമരിയക്കാരനായിരുന്നു. 34-ാമത്തെ ചോദ്യം, കർത്താവ് അപ്പസ്തോലന്മാരോട് നിങ്ങൾക്ക് എന്തോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്നാണ് പറഞ്ഞത്? ഒരു കടുകുമണിയോളം. 35-ാമത്തെ ചോദ്യം, പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം 12 പേരോടും പറഞ്ഞപ്പോൾ ആര് വഴി മനുഷ്യപുത്രനെപ്പറ്റി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകുമെന്നാണ് യേശു പറഞ്ഞത്? പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടത്. 36-ാമത്തെ ചോദ്യം, എന്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന്. 37-ാമത്തെ ചോദ്യം, തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എങ്ങനെയായിരിക്കുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും എന്ന്. 38-ാമത്തെ ചോദ്യം, ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? നോഹയുടെ ദിവസങ്ങളിൽ. 39-ാമത്തെ ചോദ്യം, പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും ഡാഷ് ദിവസത്തിലും, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. 40-ാമത്തെ ചോദ്യം, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നാണ് യേശു പറഞ്ഞത്? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ്. 41-ാമത്തെ ചോദ്യം, യേശു ആരാണെന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്? യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു എന്ന്. 42-ാമത്തെ ചോദ്യം, യേശു എന്തിനുള്ളവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്? ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ യേശുവാണെന്ന്. 43-ാമത്തെ ചോദ്യം, ആർക്ക് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഈ ചെറിയവരിൽ ഒരുവന്. 44-ാമത്തെ ചോദ്യം, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ എന്തു ചെയ്യുക എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? അവനെ ശാസിക്കുക എന്ന്. 45-ാമത്തെ ചോദ്യം,
നിന്റെ സഹോദരൻ ദിവസത്തിൽ എത്ര പ്രാവശ്യം നിനക്കെതിരായി പാപം ചെയ്യുകയും എത്ര പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്താപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്. 7 പ്രാവശ്യവും. 46 ചോദ്യം. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴകുകയോ ആട് മേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അവനോട് നിന്നെ എങ്ങനെ പരിചരിക്കുക എന്നല്ലേ നിങ്ങൾ പറയുക എന്നാണ് കർത്താവ് ചോദിച്ചത്. അരമുറുക്കി. 47 ചോദ്യം. കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം എന്തു പറയുവിൻ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ എന്ന്. 48 ചോദ്യം. 17-12 വാക്യമനുസരിച്ച് യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന ആരാണ് യേശുവിനെ കണ്ടത്? 10 കുഷ്ഠരോഗികൾ. 49 ചോദ്യം. താൻ രോഗവിമുക്തനായി എന്ന് കണ്ട കുഷ്ഠരോഗികളിൽ ഒരുവൻ തിരിച്ചു വന്ന് എന്താണ് ചെയ്തത്? യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. 50 ചോദ്യം. ദൈവരാജ്യം എങ്ങനെയല്ല വരുന്നത് എന്നാണ് യേശു പറഞ്ഞത്? പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല വരുന്നത് എന്ന്. 51 ചോദ്യം. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ദൈവരാജ്യത്തെപ്പറ്റി ആരും പറയുകയില്ല എന്ന് യേശു പറയാനുള്ള കാരണമെന്ത്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, അതിനാൽ. 52 ചോദ്യം. മനുഷ്യപുത്രൻ ആരാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഈ തലമുറയാൽ. 53 ചോദ്യം. ലോത്തിന്റെ നാളുകളിലും എങ്ങനെയായിരുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന്. 54 ചോദ്യം. 17-32 വാക്യമനുസരിച്ച് ആരുടെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലോത്തിന്റെ ഭാര്യയ്ക്ക്. 55 ചോദ്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചത് എന്ത്? കർത്താവേ, എവിടേക്ക് എന്ന്. 56 ചോദ്യം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഏത് ഉപമയാണ് പറഞ്ഞത്? ന്യായാധിപനും വിധവയും. 57 ചോദ്യം. ന്യായാധിപൻ വിധവയ്ക്ക് എന്തുകൊണ്ട് നീതി നടത്തിക്കൊടുക്കും എന്നാണ് പറഞ്ഞത്? വിധവ അവനെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട്. 58 ചോദ്യം. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന ആർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ എന്നാണ് കർത്താവ് ചോദിച്ചത്? തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. 59 ചോദ്യം. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറഞ്ഞ ഉപമ ഏത്? ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ പരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. 60 ചോദ്യം. ദേവാലയത്തിൽ വെച്ച് പരിസേയൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആരെപ്പോലെയല്ല എന്നാണ് പറഞ്ഞത്? അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെപ്പോലെയോ ഈ ചുങ്കക്കാരനെപ്പോലെയോ അല്ല എന്ന്. 61 ചോദ്യം. ചുങ്കക്കാരൻ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ എന്താണ് പ്രാർത്ഥിച്ചത്? ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന്. 62 ചോദ്യം. ചുങ്കക്കാരനും ഫരിസേയനും എന്ന ഉപമയിൽ ചുങ്കക്കാരൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്ന് പറയാനുള്ള കാരണമെന്ത്? തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും, അതിനാൽ. 63 ചോദ്യം. ആരല്ലാതെ നല്ലവനായി മറ്റാരുമില്ല എന്നാണ് യേശു അധികാരിയോട് പറഞ്ഞത്? ദൈവമല്ലാതെ. 64 ചോദ്യം. എപ്പോൾ മുതലേ യേശു പറഞ്ഞ പ്രമാണങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട് എന്നാണ് അധികാരി യേശുവിനോട് പറഞ്ഞത്?
ചെറുപ്പം മുതലേ. 65 ചോദ്യം. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞത് കേട്ടപ്പോൾ അധികാരി വളരെ വ്യസനിച്ചത് എന്തുകൊണ്ട്? അവൻ വലിയ ധനികനായിരുന്നു, അതിനാൽ. 66 ചോദ്യം. അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചവരോട് യേശു പറഞ്ഞ മറുപടി എന്താണ്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. 67 ചോദ്യം. പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം 12 പേരോടും പറഞ്ഞപ്പോൾ മനുഷ്യപുത്രനെ വിജാതിയർ എന്തൊക്കെ ചെയ്യും എന്നാണ് യേശു പറഞ്ഞത്? മനുഷ്യപുത്രനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യുമെന്ന്. 68 ചോദ്യം. നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു കുരുടനോട് പറഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? കുരുടന് കാഴ്ച ലഭിച്ചു. 69 ചോദ്യം. 19:3 വാക്യമനുസരിച്ച് സക്കേവൂസ് എന്താണ് ആഗ്രഹിച്ചത്? യേശു ആരെന്ന് കാണാൻ. 70 ചോദ്യം. സക്കേവൂസ് ഇരുന്നോടത്തെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞത് എന്ത്? സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. 71 ചോദ്യം. യേശു സക്കേവൂസിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയും സക്കേവൂസ് യേശുവിനെ സ്വീകരിക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ അവരെല്ലാവരും എന്തു ചെയ്തു? അവരെല്ലാവരും പിറുപിറുത്തു. 72 ചോദ്യം. പ്രഭു ദൂരദേശത്തേക്ക് പോകുന്നതിനു മുമ്പ് ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് എത്ര നാണയമാണ് അവരെ ഏൽപ്പിച്ചത്? 10 നാണയം. 73 ചോദ്യം. ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് എത്ര നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുമെന്നാണ് ഒന്നാമനോട് പ്രഭു പറഞ്ഞത്? 10 നഗരങ്ങളുടെ മേൽ. 74 ചോദ്യം. നിന്നെ എനിക്ക് ഭയമായിരുന്നു എന്ന് വേറൊരുവൻ പ്രഭുവിനോട് പറയാനുള്ള കാരണമെന്ത്? നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമായതുകൊണ്ട്. 75 ചോദ്യം. വേറൊരുവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക എന്ന് പ്രഭു ആരോടാണ് പറഞ്ഞത്? ചുറ്റും നിന്നിരുന്നവരോട്. 76 ചോദ്യം. എതിരെ കാണുന്ന ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ എന്ത് ചെയ്യുക എന്നാണ് യേശു 2 ശിഷ്യന്മാരോടും പറഞ്ഞത്? അതിനെ അഴിച്ചുകൊണ്ടുവരിക എന്ന്. 77 ചോദ്യം. യേശു എവിടെ എത്തിയപ്പോഴാണ് ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? യേശു പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ. 78 ചോദ്യം. എന്താണ് അവർ ആർത്തു വിളിച്ചത്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. 79 ചോദ്യം. ഇവർ മൗനം പാലിച്ചാൽ എന്ത് ആർത്തു വിളിക്കുമെന്നാണ് യേശു പരിസയ്യരോട് പറഞ്ഞത്? ഈ കല്ലുകൾ. 80 ചോദ്യം. എൻ്റെ ആലയം എന്ത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? പ്രാർത്ഥനാലയം. 81 ചോദ്യം. ആലയത്തെ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? കവർച്ചക്കാരുടെ ഗുഹയായി. 82 ചോദ്യം. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണമെന്ത്? ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടു പോകാതെ നിന്നു, അതിനാൽ. 83 ചോദ്യം. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടി പറഞ്ഞ മറുപടി എന്ത്? എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന്. 84 ചോദ്യം. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു? ഓഹരി ലഭിക്കേണ്ടതിന്. 85 ചോദ്യം. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ അയച്ച മറ്റൊരു ഭൃത്യനോട് കൃഷിക്കാർ പെരുമാറിയത് എങ്ങനെ?
കൃഷിക്കാർ അവനെ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 86-ാമത്തെ ചോദ്യം. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പുത്രനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞത് എന്ത്? ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. 87-ാമത്തെ ചോദ്യം. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പുത്രനെ കൃഷിക്കാർ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞു കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും എന്നാണ് പറഞ്ഞത്? തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വന്ന് കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. 88-ാമത്തെ ചോദ്യം. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞതെന്ന് ആര് മനസ്സിലാക്കി? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 89-ാമത്തെ ചോദ്യം. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അയച്ച നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർക്ക് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ എന്തിൽ കുടുക്കുവാൻ സാധിച്ചില്ല? വാക്കിൽ കുടുക്കുവാൻ. 90-ാമത്തെ ചോദ്യം. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? സദുക്കായരിൽ ചിലർ. 91-ാമത്തെ ചോദ്യം. ആര് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ. 92-ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. അവിടുന്ന് മരിച്ചവരുടെയല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടുത്തേക്ക് എല്ലാവരും ഡാഷ് തന്നെ, ജീവിക്കുന്നവർ തന്നെ. 93-ാമത്തെ ചോദ്യം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ആര് ഏത് പുസ്തകത്തിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത്? ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ 110-ാം അധ്യായം 1-ാം വാക്യം. 94-ാമത്തെ ചോദ്യം. സകല മനുഷ്യരും കേൾക്കെ യേശു ആരോടാണ് നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞത്? ശിഷ്യരോട്. 95-ാമത്തെ ചോദ്യം. നിയമജ്ഞർ എന്തു നടിക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു എന്ന്. 96-ാമത്തെ ചോദ്യം. ആര് മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ദരിദ്രയായ ഈ വിധവ. 97-ാമത്തെ ചോദ്യം. അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ. ആരാണ് ദേവാലയത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത്? ചില ആളുകൾ. 98-ാമത്തെ ചോദ്യം. ആരുടെ പിന്നാലെ നിങ്ങൾ പോകരുത് എന്നാണ് യേശു പറഞ്ഞത്? അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരുന്നവരുടെ പിന്നാലെ. 99-ാമത്തെ ചോദ്യം. എന്തൊക്കെ ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാണ് യേശു പറഞ്ഞത്? യുദ്ധങ്ങളും കലഹങ്ങളും. 100-ാമത്തെ ചോദ്യം. എതിരാളികളിൽ ആർക്കും നിങ്ങളെ ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്ത് നിങ്ങൾക്ക് നൽകുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? വാക്ചാതുരിയും ജ്ഞാനവും. 101-ാമത്തെ ചോദ്യം. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എവിടെയുള്ളവർ അവിടം വിട്ടു പോകട്ടെ എന്നാണ് പറഞ്ഞത്? പട്ടണത്തിലുള്ളവർ. 102-ാമത്തെ ചോദ്യം. എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ എവിടെ വലിയ ഞെരുക്കമുണ്ടാകും എന്നാണ് യേശു പറഞ്ഞത്? ഭൂമുഖത്ത്. 103-ാമത്തെ ചോദ്യം. ആരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കും എന്നാണ് പറഞ്ഞത്? വിജാതിയരുടെ നാളുകൾ. 104-ാമത്തെ ചോദ്യം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ എന്ത് കടന്നു പോവുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? എൻ്റെ വാക്കുകൾ. 105-ാമത്തെ ചോദ്യം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്ന് യേശു പറയാനുള്ള കാരണമെന്ത്? ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിപതിക്കും. അതിനാൽ. 106-ാമത്തെ ചോദ്യം. എല്ലാ ദിവസവും യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു.
രാത്രി യേശു എവിടെയാണ് വിശ്രമിച്ചത്? യേശു പട്ടണത്തിന് പുറത്തു പോയി ഒലിവുമലയിൽ വിശ്രമിച്ചു. 107 ചോദ്യം. യൂദാസ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് യേശുവിനെ എങ്ങനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ അവർ സന്തോഷിച്ച് യൂദാസിന് എന്തു കൊടുക്കാമെന്നാണ് വാഗ്ദാനം ചെയ്തത്? പണം. 108 ചോദ്യം. ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ് എന്ന് വീട്ടുടമസ്ഥനോട് പറയുമ്പോൾ അവൻ നിങ്ങൾക്ക് എന്തു കാണിച്ചു തരുമെന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി. 109 ചോദ്യം. എന്തിനു മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? പീഡ അനുഭവിക്കുന്നതിന് മുമ്പ്. 110 ചോദ്യം. അത്താഴത്തിന് ശേഷം യേശു പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തത് എന്ത്? ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. 111 ചോദ്യം. യേശുവിനെ എന്തു ചെയ്യുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് എന്നാണ് യേശു പറഞ്ഞത്? യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ. 112 ചോദ്യം. ആരുടെ മേൽ രാജാക്കന്മാർ അവരുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? വിജാതിയരുടെ മേൽ. 113 ചോദ്യം. ആരാണ് വലിയവൻ എന്ന് ചോദിച്ചുകൊണ്ട് യേശു ചോദിച്ച ചോദ്യം എന്ത്? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? 114 ചോദ്യം. എൻ്റെ പിതാവ് എനിക്ക് എന്ത് കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ. 115 ചോദ്യം. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു എന്ന് യേശു അപ്പസ്തോലന്മാരോട് പറയാനുള്ള കാരണം എന്ത്? നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. 116 ചോദ്യം. നിന്റെ എന്ത് ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് യേശു ശിമയോനോട് പറഞ്ഞത്? ശിമയോൻ്റെ വിശ്വാസം. 117 ചോദ്യം. തിരിച്ചു വന്ന് ആരെ ശക്തിപ്പെടുത്തണമെന്നാണ് യേശു ശിമയോനോട് പറഞ്ഞത്? നിന്റെ സഹോദരരെ. 118 ചോദ്യം. നീ എന്നെ അറിയുകയില്ല എന്ന് എത്ര പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല എന്നാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത്? 3 പ്രാവശ്യം. 119 ചോദ്യം. കർത്താവ് പതിവ് പോലെ എങ്ങോട്ടാണ് പോയത്? ഒലിവുമലയിലേക്ക്. 120 ചോദ്യം. ഒലിവുമലയിലെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചപ്പോൾ ആരാണ് യേശുവിനെ ശക്തിപ്പെടുത്താൻ പ്രത്യക്ഷപ്പെട്ടത്? സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ. 121 ചോദ്യം. നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വന്ന ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നടന്നിരുന്നത് ആര്? 12 പേരിൽ ഒരുവനായ യൂദാസ്. 122 ചോദ്യം. ചുംബനം കൊണ്ടോ നീ ആരെ ഒറ്റിക്കൊടുക്കുന്നത് എന്നാണ് യേശു യൂദാസിനോട് ചോദിച്ചത്? മനുഷ്യപുത്രനെ. 123 ചോദ്യം. പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ വലത്തുചെവി ഛേദിച്ചത് യേശു എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? അവൻ്റെ ചെവി തൊട്ട്. 124 ചോദ്യം. യേശുവിനെ പിടിച്ച് അവർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? പ്രധാനാചാര്യൻ്റെ. 125 ചോദ്യം. ഇവനും അവനോടുകൂടെയായിരുന്നു എന്നു പറഞ്ഞ പരിചാരികയോട് പത്രോസ് പറഞ്ഞത് എന്ത്? സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. 126 ചോദ്യം. മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. അപ്പോൾ ആരാണ് പത്രോസിനെ നോക്കിയത്? കർത്താവ്. 127 ചോദ്യം. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ചപ്പോൾ പത്രോസ് എന്തു ചെയ്തു?
പത്രോസ് പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. 128 ചോദ്യം. 22-65 വാക്യമനുസരിച്ച് ആരാണ് യേശുവിനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞത്? യേശുവിന് കാവൽ നിന്നിരുന്നവർ. 129 ചോദ്യം. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുവശത്തിരിക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ ചോദിച്ച ചോദ്യമെന്ത്? അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? 130 ചോദ്യം. അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് യേശുവിനെ ആരുടെ മുമ്പിലേക്കാണ് കൊണ്ടുപോയത്? പീലാത്തോസിൻ്റെ മുമ്പിലേക്ക്. 131 ചോദ്യം. ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് ആരോടാണ് പറഞ്ഞത്? പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. 132 ചോദ്യം. ഹെറോദോസ് യേശു ചെയ്യുന്ന എന്ത് കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരത്ഭുതം. 133 ചോദ്യം. ആരൊക്കെയാണ് യേശുവിൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നത്? പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. 134 ചോദ്യം. അന്നു മുതൽ ഹെറോദോസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ഡാഷിലാണ് കഴിഞ്ഞിരുന്നത്, ശത്രുതയിലാണ്. 135 ചോദ്യം. പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ ആരോപിക്കുന്ന എന്ത് ഞാൻ യേശുവിൽ കണ്ടില്ല എന്നാണ് പീലാത്തോസ് പറഞ്ഞത്. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും യേശുവിൽ ഞാൻ കണ്ടില്ല എന്ന്. 136 ചോദ്യം. യേശുവിനെ ചെമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചത് എന്ത്? ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. 137 ചോദ്യം. പീലാത്തോസ് എത്രാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, ഇവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ ഇവനിൽ കണ്ടില്ല എന്ന്. 3-ാം പ്രാവശ്യവും. 138 ചോദ്യം. വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരുമ്പോൾ അവർ ആരോട് ഞങ്ങളെ മൂടിക്കളയുക എന്ന് പറയാൻ തുടങ്ങും എന്നാണ് യേശു പറഞ്ഞത്? കുന്നുകളോട്. 139 ചോദ്യം. യേശുവിൻ്റെ എന്ത് ഭാഗിച്ചെടുക്കാനാണ് അവർ കുറിയിട്ടത്? യേശുവിൻ്റെ വസ്ത്രങ്ങൾ. 140 ചോദ്യം. യേശു ആരൊക്കെയാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രമാണികൾ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്? യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ എന്ന്. 141 ചോദ്യം. യേശുവിൻ്റെ അടുത്ത് വന്ന് വിനാഗിരി കൊടുത്തുകൊണ്ട് യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പടയാളികൾ പറഞ്ഞത് എന്ത്? നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. 142 ചോദ്യം. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അപരൻ പറഞ്ഞതിന് മറുപടിയായി യേശു പറഞ്ഞത് എന്ത്? സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസായിൽ ആയിരിക്കും. 143 ചോദ്യം. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. എത്രാം മണിക്കൂർ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത്? 9-ാം മണിക്കൂർ വരെ. 144 ചോദ്യം പൂരിപ്പിക്കുക. സൂര്യൻ ഇരുണ്ടു, ഡാഷ് നടുവേ കീറി, ദേവാലയത്തിലെ തിരശീല. 145 ചോദ്യം. 23-46 വാക്യമനുസരിച്ച് യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞത് എന്ത്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. 146 ചോദ്യം. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത് ആര്? ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ. 147 ചോദ്യം. ഇതെല്ലാം കണ്ടുകൊണ്ട് അകലെ നിന്നിരുന്നത് ആരൊക്കെ? അവൻ്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും. 148 ചോദ്യം. ജോസഫ് എന്ത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു? ദൈവരാജ്യം. 149 ചോദ്യം. 23-56 വാക്യമനുസരിച്ച് എന്നാണവർ നിയമാനുസൃതം വിശ്രമിച്ചത്? സാബത്തിൽ. 150 ചോദ്യം. എന്നാണ് തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് മഗ്ദലേന മറിയവും യോവന്നായും
യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും പോയത്. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ. 151 ചോദ്യം. തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യക്ഷപ്പെട്ട 2 പേർ ആരെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്നാണ് അവരോട് ചോദിച്ചത്. ജീവിച്ചിരിക്കുന്നവനെ. 152 ചോദ്യം. മഗ്ദലേന മറിയവും യോവന്നായും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഈ കാര്യങ്ങളെല്ലാം അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോൾ ആരാണ് കല്ലറയിലേക്ക് ഓടിയത്? പത്രോസ്. 153 ചോദ്യം. അവരിൽ 2 പേർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയപ്പോൾ ആരാണ് അവരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തത്? യേശു. 154 ചോദ്യം. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ എത്ര ദിവസമായി എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത്? 3 ദിവസം. 155 ചോദ്യം. ഇന്ന് രാവിലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ കല്ലറയിങ്കൽ പോയി തിരിച്ചു വന്ന് എന്തറിയിച്ചു എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത്? അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല, തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. 156 ചോദ്യം. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് എങ്ങോട്ട് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് യേശു അവരോട് പറഞ്ഞത്? മഹത്വത്തിലേക്ക്. 157 ചോദ്യം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കപ്പെട്ടത് എപ്പോൾ? യേശു അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ. 158 ചോദ്യം. എപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത്? വഴിയിൽ വെച്ച് യേശു വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ. 159 ചോദ്യം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന 11 പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും എന്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു? കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 160 ചോദ്യം. എമ്മാവൂസിൽ നിന്ന് തിരിച്ചു വന്നവരോടും അവിടെ കൂടിയിരുന്ന 11 പേരോടും അവരോടൊപ്പം ഉണ്ടായിരുന്നവരോടും യേശു തൻ്റെ എന്തു കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്നാണ് പറഞ്ഞത്? എൻ്റെ കൈകളും കാലുകളും കണ്ട്. 161 ചോദ്യം. പാപമോചനത്തിനുള്ള അനുതാപം ആരുടെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ. 162 ചോദ്യം. ആരെ നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം. 163 ചോദ്യം. എപ്പോൾ വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത്? ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ. 164 ചോദ്യം. യേശു അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവരിൽ നിന്ന് മറയുകയും എങ്ങോട്ട് സംഹരിക്കപ്പെടുകയും ചെയ്തു? സ്വർഗത്തിലേക്ക്. 165 ചോദ്യം. യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം അവർ എന്തു ചെയ്തുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.